മുനമ്പം വഖഫ് ഭൂമി കേസിൽ വാദം ഇന്നും തുടരുമെന്ന വാർത്തയാണ്. കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിലാണ് വാദം തുടരുന്നത്. വിശദാംശങ്ങളുമായി ചേരുന്നത് ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന്. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ ഈ വഖഫ് ഭൂമി കേസിലെ ആ ഒരു പരാമർശങ്ങൾ ബേസ് ചെയ്തായിരുന്നല്ലോ ഇന്നലത്തെ വാദം. ഇന്ന് വാദം തുടരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കോടതിയിൽ സംഭവിക്കുക? വെരി ഗുഡ് മോർണിംഗ് SKN, ക്രിസ്റ്റീന, ആഷ്മി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുനമ്പം വഖഫ് ട്രിബ്യൂണൽ ആ വാദം തുടരുകയാണ്. ഇന്നലെയും വാദം തുടർന്നിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ചില ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ രണ്ട് വാദങ്ങൾ വരികയാണ്. ഒന്ന്, ഇത് വഖഫ് ഭൂമിയല്ല, ഇത് ക്രയവിക്രയത്തിന് അനുമതിയുള്ള ഭൂമിയാണ്, അതുകൊണ്ട് തന്നെ അത് തിരിച്ചെടുക്കാൻ അവകാശമുണ്ട് എന്നുള്ള വാദവുമായാണ് ഈ ബന്ധുക്കൾ വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുനമ്പം സംരക്ഷണ സമിതി പറയുന്നത് ഇതേ വാദമാണ്. ഇത് വഖഫ് ഭൂമിയല്ല, അതുകൊണ്ട് തന്നെ ഇതിനെ വഖഫ് പരിഗണന നൽകാൻ പറ്റില്ല, ഒരു മുസ്ലിം സംഘടനയാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് എന്നതുകൊണ്ട് ആ ഭൂമി വഖഫായി കാണാൻ പറ്റില്ല എന്നുള്ളതാണ് മുനമ്പം വാസികളുടെ ഹർജിയിൽ അവരുടെ വാദം. എന്നാൽ അതേ സമയത്ത് ഫറൂഖ് കോളേജ് ട്രസ്റ്റും അവരുടെ അഭിഭാഷകരും വാദിക്കുന്നത് നേരെ മറിച്ചാണ്. ഇത് വഖഫ് ഭൂമിയല്ല, ഞങ്ങൾക്ക് ക്രയവിക്രയം നടത്താനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാദമാണ്. അതായത് ആ ഭൂമിയുടെ അവകാശം അവർക്ക് മാത്രമാണ്, അവർക്ക് തന്നു കഴിഞ്ഞതാണ്, ഗിഫ്റ്റഡ് ലാൻഡ് എന്നുള്ള നിലയിലാണ് അവർ പറയുന്നത്. സംഭാവനയായി നൽകി കഴിഞ്ഞതാണ്, തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്നുള്ള വാദമാണ്. പക്ഷേ എന്നാൽ പറവൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിൻ്റെ വിധിയുടെ പകർപ്പിലെ പരാമർശങ്ങൾ പലയിടത്തും ഈ വഖഫാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് എന്നുള്ള വാദമുണ്ട്. ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ഇത്തരത്തിൽ രണ്ട് വിധികളുടെ പരാമർശങ്ങളും കൂടി ാണ് വാദം പുരോഗമിക്കുന്നത്. പിന്നെ ഈ ഭൂമി സംഭാവന ചെയ്ത സിദ്ദിഖ് സേട്ടിൻ്റെ കൊച്ചുമകൾ അവരും വാദവുമായി എത്തിയിട്ടുണ്ട്. ഇങ്ങനെ വിചിത്രങ്ങളായ നിരവധി വാദങ്ങൾക്കിടയിലാണ് മുനമ്പം നിവാസികളുടെ ഭാവിയും ഒപ്പം തന്നെ ഈ വഖഫ് ട്രിബ്യൂണലിൻ്റെ വിധിയും എന്നുള്ളതാണ്, വിധി വരാൻ പോകുന്ന വിധിയും എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഇന്നും വാദം തുടരുകയാണ് SKN.